കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. ഇത് കണ്ടോ, ഈ പണ്ടത്തെ കാലത്ത് നടീനടന്മാരുടെ പ്രണയരംഗം കണ്ടാലേ ഇത്തിരി ബോറാ. ആരെങ്കിലും മരം ചുറ്റി പ്രേമിക്കോ? പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ ആണുങ്ങളുടെ മുഖത്ത് നോക്കാൻ മടിയായിരുന്നു. ഇപ്പൊ ഉള്ളവന്മാരൊക്കെ അങ്ങനെയാന്നോ? ഒന്ന് നോക്കിയാ മതി, മടി കയറി അങ്ങിരിക്കും. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ പ്രണയം കണ്ടുപിടിക്കണം. ആ തട്ടത്തിൻ മറയത്തിലെ പ്രണയം കണ്ടു കഴിഞ്ഞാ എന്റെ അമ്മേ, എനിക്കും കൂടെ തോന്നിപ്പോയി എന്താ ഒന്ന് പ്രണയിക്കാൻ. കൂടെ പല്ലിറങ്ങി അവള് വായിൽ വേറെ വരുന്നു. ഒരു പാവത്തിന്റെ തലക്കറി ഇരുന്നത് പോരേടി. അതിന്റെ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ പ്രണയമാണ് നല്ലത്. അതെ 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 അതെ. ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിന്നാരം പറഞ്ഞ പ്രണയാവോ? പണ്ടത്തെ കാലത്തെ പ്രണയമായിരുന്നു പ്രണയം. തേൻ വരിക്ക ചക്ക പോലെ അല്ലയോ പ്രണയം. ഇന്നത്തെ പ്രണയം തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മാങ്ങ പോലെ. കുത്തി വെച്ചല്ലയോ അത് പഴിപ്പിക്കുന്നേ. അതുകൊണ്ടെന്താ, അതിന് മണവും ഗുണവും ഒന്നും കാണത്തില്ല. എന്റെ അമ്മേ, ഈ പുളിങ്കുരുവും ചക്കച്ചോളയൊക്കെ സമ്മാനമായിട്ട് കരുതി കാമുകനെയും കാത്ത് വഴിയരികിൽ നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്തെ പിള്ളേരെ കണ്ടുപഠിക്കണം. ഒന്ന് കണ്ടു, ഒന്ന് മിണ്ടി, തട്ടിയും മുട്ടി അങ്ങ് തുടങ്ങായില്ലേ. തട്ടിയും മുട്ടിയും തുടങ്ങി. പ്രണയം കാണണമെങ്കിൽ നമ്മുടെ നസീർ സാറിന്റെ പ്രണയം കാണണം. ഇപ്പോഴും മേല് കുളിര് കോരും ഓർത്ത. പ്രണയത്തിന്റെ കാര്യത്തിൽ ഫഹദ് നിവിനും ഒന്നും മോശമല്ല അമ്മേ. ഒന്നുമില്ല. എടാ നീ പറ, പഴയ കാലത്തെ പ്രണയമാണോ ഇപ്പോഴത്തെ പ്രണയമാണോ നല്ലത്? നല്ലത് എനിക്ക് അറിഞ്ഞൂടാ. എന്താ നിനക്ക് അറിയാത്തത്? നിനക്ക് വയസ്സ് കുറെ ആയില്ലേ? ഇപ്പൊ ഇതുവരെയ്ക്കും അറിഞ്ഞൂടാതെ. ഇപ്പോഴത്തെ പ്രണയമാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്ക. അറിഞ്ഞിട്ടാ നമ്മള് പുതിയ കാലത്തല്ലേ പ്രണയിച്ചേ. പിന്നെ പറഞ്ഞു കൊടുക്ക്. അമ്മ, ഞാനൊരു സാഹിത്യകാരനായതുകൊണ്ട് പറയുക, നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഏത് കാലത്തെ പ്രണയവും മധുരോത്മജമായിരിക്കും. എന്റെ മുഖം ഇങ്ങനെ ആയി പോയാ എന്താ മധുരമായിട്ട്? അതിന് പഴയ കാലമൊന്നും പുതിയ കാലമൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക അർജുനേട്ടാ. വേണമെങ്കിൽ ഞാൻ ഇനിയും പ്രണയിച്ച് കാണിച്ചു തരാം. മോനല്ലേ? അമ്മേ, ഇത് പിള്ളേര് വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് പ്രണയത്തെ കുറിച്ചൊന്നും സംസാരിക്കരുത്. അവരത് കേട്ട് പഠിക്കും. മമ്മി, വനിത ഉണ്ടോ? വായിച്ചു നോക്ക്. വനിതാ വായനക്കാർക്കൊരു സന്തോഷ വാർത്ത. പ്രശസ്ത ഇന്ത്യൻ നടൻ ഷാരൂഖ് ഖാന് പ്രണയലേഖനം എഴുതുക. അതും പച്ച മലയാളത്തിൽ. പ്രണയലേഖനം എഴുതി വിജയിക്കുന്നവരുടെ പേരും ഫോട്ടോയും വനിതയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടാതെ സമ്മാനവുമുണ്ട്. മികച്ച പ്രണയലേഖനത്തിന് ഷാരൂഖ് ഖാന്റെ കയ്യൊപ്പോട് കൂടിയ 10,000 രൂപ വിലയുള്ള പട്ടുസാരി. പട്ടുസാരിയോ? മമ്മി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ മമ്മിക്കായിരിക്കും സമ്മാനം. 10,000 രൂപയുള്ള പട്ടുസാരി. എനിക്ക് എഴുതിയാ മതി ലവ് ലെറ്റർ. എന്റെ വായിക്കൊന്നും കേൾക്കരുത്. ഷാരൂഖ് ഖാൻ അവിടെ കിടക്കുന്നു, നിങ്ങൾ അവിടെ കിടക്കുന്നു. ഒരു ഭർത്താവിനോട് പറയാൻ കൊള്ളുന്ന വാക്കാൻ നോട്ടി നീ പറയുന്നേ. ഷാരൂഖ് ഖാൻ മമ്മി, ഈ ഡാഡി പലതും പറയും, അതൊന്നും കേക്കണ്ട. മമ്മി പോയി ലെറ്റർ എഴുത്. എന്റെ ഷാരൂഖ് ജി, तुझे देखा ദിൽവാലെ ദുൽഹനിയ तो ये जाना നോക്കി
നോക്കിയിരിക്കാതെ അവളെ പോയി പൂട്ടിയിടറാ, ഇല്ലെങ്കിൽ അവളെ പോയി പ്രേമലേഖനം എഴുതും. അതിന് മലയാളം മനസ്സിലാവോ? അത് നീ എന്തിനാ അറിയുന്നേ? പോയി പൂട്ടുക. എവിടാ കത്ത് ഷാരൂഖ് ഖാൻ എങ്ങാനും വായിച്ച് മറുപടി എഴുതിയ ഇവളതിനകത്ത് വീട് തീർച്ചയായും. മനുഷ്യന്റെ മനസമാനം കെടുത്താൻ നടക്കുന്നു. എടാ വായി നോക്കി, അതുകൊണ്ടാ ചെന്ന് അതിനെ പൂട്ടിയിടാൻ പറഞ്ഞു. ചെല്ലടാ അങ്ങോട്ട്. എന്റെ ദൈവമേ, പെണ്ണുങ്ങളെ വഴിതെറ്റിക്കാൻ ഓരോരോ പരിപാടികൾ. देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. പ്രിയപ്പെട്ട ഷാരൂഖ് ഏട്ടാ, അങ്ങയുടെ പ്രാണസഖി PK മോഹനവല്ലി എഴുതുന്നത്. അങ്ങ് എനിക്കൊരു ബോളിവുഡ് നടനെയല്ല. അങ്ങയെ കാണുമ്പോൾ എനിക്ക് ചങ്ങമ്പുഴയുടെ രമണ്ണയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ചന്ദ്രികയും. ഞാൻ എന്നും അങ്ങയെ നോക്കി പാടാറുണ്ട്. കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മാറുന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ സ്വന്തം ഭർത്താവിന്റെ മുമ്പ് വെച്ച് മറ്റൊരു പുരുഷന് പ്രേമലേഖനം എഴുതുന്ന നീ ഒരു മനുഷ്യ സ്ത്രീയാന്നോടി. എന്റെ പൊന്നർജുനേട്ടാ, ഇത് മത്സരമല്ലേ? എന്നാലും എനിക്ക് സഹിക്കത്തില്ല. കീറി കളയടിയത് ഇല്ല. നിന്റെ ഭർത്താവാ പറയുന്ന കീറിടിയത്. നിങ്ങളുടെ ഭാര്യ പറയുന്നത് ഞാൻ കീറി കളയത്തില്ലെന്ന്. ഈ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കൊരു 10,000 രൂപയുടെ പട്ടുസാരി നിങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. 10,000 രൂപയുടെ പട്ടുസാരി കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും പ്രേമലേഖനം എഴുതും. എന്റെ കൺമുമ്പിൽ വെച്ച് നീ ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ലടി. മനസ്സിലായി. മകനെ കുത്തിപ്പഴിപ്പിച്ച അമ്മ എനിക്ക് ഇങ്ങോട്ട് വിട്ടതല്ലേ? എന്റെ മോനെ വലിയ നാട്ടുകാരറിഞ്ഞ് എന്റെ വില പോകും. ഓ, ഇപ്പൊ ഭയങ്കര വിലയുള്ള പോലെ. എന്റെ അർജുനേട്ടാ, സുന്ദരനായ ഷാരൂഖ് ഖാൻ ഒരു പ്രേമലേഖനം എഴുതാൻ കിട്ടുക എന്ന് വെച്ചാൽ മഹാഭാഗ്യമല്ലേ? ഞാനൊന്ന് എഴുതി തീർക്കട്ടെ. ഒന്ന് പോയിട്ടാ ഭർത്താവേ, ഒരു ലൈനും കൂടെ ഉള്ളൂ, അത് എഴുതിക്കോട്ടെ. എന്റെ പ്രേമ സ്വരൂപമേ, ഞാനിവിടെ കാത്തിരിക്കുകയാണ്. രാത്രിയിൽ വിടരാൻ തുടങ്ങുന്ന പൂമുട്ടിനെ പോലെ. മതി, ഇത് മതി. അയ്യോ, തെറ്റിച്ചു. സോറി. എഴുതണ്ടേ? വീട്ടിലിരിക്കുന്ന ആണുങ്ങളെ കൊള്ളരുതാതായ ഇങ്ങനെ ഇരിക്കും. ഏത് സമയത്തും അവൾ അവനെ മനസ്സിലിട്ടോണ്ടിരിക്കുക. വെട്ടി വിഴുങ്ങാനിങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കാൻ. ഞാൻ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരുമോ? ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ നിന്റെ തള്ളയോട് പോയി പറയണം. അതിന് മമ്മി ഷാരൂഖ് ഖാന്റെ സിനിമ കണ്ടോണ്ടിരിക്കുവോ? നീ അവിടെ പോയി ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. എന്നാ ഇനി അവൾ അവനെ തേടി പോകുന്നത്? എന്റെ അച്ഛമ്മയെ വൃത്തിയോട് പറയാനേ. എന്താ? മമ്മി അയാളെ മനസ്സിലിട്ട് തിളപ്പിക്കുവല്ലേ? തിളപ്പിക്കട്ടെ. കത്തെഴുതാനായിട്ടാ. അവൾ അവന് കത്തെഴുതുന്ന അന്ന് അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അച്ഛമ്മേ, ഇതിനൊരു പേരുണ്ട്. എന്തുവാ? അസൂയ. എടാ, വകതിരിവില്ലാത്ത നിനക്ക് അങ്ങനൊക്കെ തോന്നും. എടാ, നിന്റെ മമ്മി ജീവിക്കുന്നത് അങ്ങ് ബോംബെയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒന്നുമല്ല. ഇവിടെ സാധാരണ ഈ നാട്ടും പുറത്താ. നാട്ടുകാരെ എന്താ പറയും? ഈശ്വര, എന്റെ മാനം പോകുമല്ലോ എന്റെ ദൈവമേ. അച്ഛമ്മേ, മുട്ട ഓംലെറ്റ്. മുട്ട ഓംലെറ്റ് ഇതിന് പോടാ. ഞാൻ തിന്നു കൊഴുത്തിട്ടേ ഓരോരോ സൂക്കേട്.
ഇനി ഈ മുതലക്കണ്ണൂർ ഒഴുക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നോ ഞാൻ ചൂടുവെള്ളം കോരി മുഖത്തൊഴിക്കും കേട്ടാ. അയ്യോ നാണമില്ലല്ലോ എനിക്കിങ്ങനെ കീറ്റാനായിട്ട്. അയ്യോ കണ്ടാലും മതി. ഞാൻ പറഞ്ഞ അവള് കേക്കത്തില്ല. ഏത് നേരം ഷാരൂഖ് ഖാന്റെ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുക. എടാ അവിടെ കാരണത്തിൽ രണ്ടെണ്ണം പൊട്ടിക്കടാ പോയിക്ക. അമ്മ പൊട്ടിച്ചാ മതി. കേട്ടോ എൻ്റെ ഇരിക്കുന്ന അവിടെ ഒരെണ്ണം തരിഞ്ഞിറക്കിയാനോ. നീ പറഞ്ഞത് കേൾക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവളെ കൊണ്ടുപോയി അവിടെ വീട്ടിൽ കൊണ്ടുപോയി വിടും. അയ്യോ അത് നടക്കത്തില്ല. നടക്കത്തില്ലെങ്കിൽ എടുത്തോണ്ട് ഷാരൂഖ് ഖാനും അവൻ്റെ ഒരു സ്റ്റണ്ടും ഇതൊക്കെ അവൻ തന്നെ ചെയ്യുന്നതാന്നാ ചില മണ്ടിമാരുടെയൊക്കെ വിചാരം. എല്ലാം ഡ്യൂപ്പാണ്. ഇയാൾക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞുകൂടാ. മുടിയെല്ലാം വിഗ്ഗോ. അർജുനായിട്ടാണല്ലോ വിഗ് മേടിച്ചു കൊടുത്തതെന്ന്. അയാളുടെ സ്വഭാവമൊന്നും അത്ര ശരിയല്ല. ഞാൻ കഴിച്ചു. എല്ലാ നടന്മാർക്കും ഒക്കെ ഇഷ്ടം പോലെ ലവ് ലെറ്റർ കിട്ടാറുണ്ട്. ഇയാൾക്ക് മാത്രം ഒറ്റ എണ്ണം പോലും കിട്ടത്തില്ല. ഞാൻ അയക്കും. യവനിപ്പം സിനിമയൊന്നുമില്ല, അങ്ങനെ തന്നെ വേണം. പിന്നെ സിനിമ ഒന്നും ഇല്ലാത്തോണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ട് കിടക്കുക. അതിന് വേണൊരു ഭാഗ്യം. യവനെയൊക്കെ ആരാധിക്കുന്ന മണ്ടിമാരെ വേണം ആട്ടി കൊടുക്കാൻ. ഇതെന്തോന്ന് സിക്സ് പാക്ക് ഇരിക്കുന്നു? ദേ എന്റെ സിക്സ് പാക്കിന്റെ അയലത്തൊന്നും എത്തത്തില്ല. പത്ത് 16 വർഷമായിട്ട് കാണുമല്ലേ കോടവേറെ. അവിടെ എങ്ങനെ പോയിരുന്നേ? ഷാരൂഖിയെ കണ്ടു പഠിക്ക്. ഞാൻ ഇതൊക്കെ കണ്ടെന്ന് ഇൻസ്പയർ ചെയ്തിട്ടെ ലവ് ലെറ്റർ എഴുതട്ടെ ഷാരൂഖ്. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല മോനോലി. പിന്നെ നിനക്ക് ലവ് ലെറ്റർ എഴുതുന്ന അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് എഴുതിക്കൂ. നിങ്ങൾക്ക് എഴുതിയ സമ്മാനം കിട്ടുമോ? കിട്ടുമെന്ന് മമ്മി ഈ വീട്ടിലെ നിങ്ങൾ അറിയാതൊരു സംഭവം നടക്കുന്നുണ്ട്. എനിക്ക് ഷാരൂഖ് ഖാൻ്റെ ഇത് വേണം. ഇങ്ങ് വാ കാണിച്ചു തരാം. വാ 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 മമ്മി. ഷാരൂഖ് ഖാന് വേണ്ടിയുള്ള പ്രണയലേഖനം എഴുതും. മത്സരം അല്ലയോടി. തറവാട്ട് മഹിമ എന്നൊക്കെ അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞേ. ഇത് മമ്മിയുള്ള വാശിയല്ലേ? അതെ വാശി തന്നെയാണ്. ഞാൻ ഈ കത്ത് ഷാരൂഖ് ഖാൻ അയക്കുകയും ചെയ്യും, പട്ട് സാരി സമ്മാനമായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. എന്താ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട് അർജുനേട്ടാ. ഈ വയസ്സാം കാലത്ത് ചെറുപ്പക്കാർക്ക് ലവ് ലെറ്റർ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞ എന്താ നാട്ടുകാരറിഞ്ഞ നാണക്കേട്. അമ്മ ഞാനൊന്ന് വായിച്ചോ. വേണ്ട ഞാൻ വായിച്ചോളാം. മൈ ഡിയർ ഷാരൂഖ് ഖാനെ, ഞാനൊരു മലയാളി സ്ത്രീയാണ്. പക്ഷേ എനിക്ക് ഹിന്ദിയും ഹിന്ദിക്കാരെയും വലിയ ഇഷ്ടമാണെന്ന്. ഷാരൂഖ് ഖാനെ മലയാളം വായിക്കാനും അറിയത്തില്ല. ഷാരൂഖ് ഖാനെ എന്നെ കണ്ടാൽ ഇഷ്ടമാവും. ഞാനൊരു സുന്ദരിയാണ്. കോമഡിയാണ് വായിച്ചത്. പിന്നെ ഗായികയും. ഏത് വകയില്? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് താങ്കളെ പാടി കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങേരെ വെറുതെ വിടത്തില്ല. കേരളത്തിൽ താങ്കൾ വരുമ്പോൾ ഞാൻ നേരിൽ കാണാം. എന്നെ അറിയിച്ചാ മതി, ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ഏത് കളർ സാരി ഉടുത്താലും
എനിക്ക് നന്നായിട്ട് ചേരും. അതുകൊണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങിച്ചു കൊണ്ടുവന്നോളൂ. എനിക്ക് സന്തോഷമാണ്. ഷാറൂഖ് ഖാൻ തരുന്ന ഒരു സാരി ഉടുക്കണമെന്ന് എൻ്റെ ജാതകത്തിലുണ്ടെന്ന്. എന്റെ ഭാഗ്യം, ഞാനൊരു ഐശ്വര്യവതിയാണ്. എന്റെ കൃഷ്ണൻ വക്കീൽ എപ്പോഴും പറയുന്നു, അങ്ങനെ മാത്രമേ പറയുള്ളൂ. അമ്മ, ഇതാണോ ലവ് ലെറ്റർ? പിന്നെ എങ്ങനെ ഇതാണോ ഷാരൂഖ് ഖാൻ അയച്ച ലവ് ലെറ്റർ? ഷാരൂഖ് ഖാൻ അയച്ചതല്ല, സാരി കെട്ടാൻ വേണ്ടിട്ട് എഴുതുന്നത് ഇങ്ങനെ. അല്ല അച്ഛമ്മേ, ഇതിലെവിടെയാ റൊമാൻസ്? റൊമാൻസ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഈ കത്ത് അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇതേ ഞാൻ എഴുതി പരിശീലിച്ചതാ. കത്ത് അയക്കുന്നത് വേറെ കത്താ. ഓഹോ, അയക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ കത്ത് അയക്കുന്നിടം വരെ എനിക്കിനി വിശ്രമമില്ല. അമ്മേ, ഒന്നും കൂടെ ഒന്ന് ആലോചിക്ക്. വേണ്ട, ഞാൻ നല്ലവണ്ണം ആലോചിച്ചു. പ്രായത്തിൽ ഇത് വേണോ? പ്രേമത്തിന് പ്രായമില്ല, കണ്ണും മൂക്കുമില്ല. ഞാൻ ഇവിടെ കാല് പിടിക്കാം. നീ കാലൊന്നും പിടിക്കണ്ട. ഞാൻ ഷാരൂഖ് ഖാൻ കൊണ്ടു തരുന്ന ഈ പട്ടുസാരി കൊടുത്ത് ഇവിടെ തേരെ പര നോക്കും. അതുവരെ എനിക്കിനി വിശ്രമമില്ല. മാറി ഞാൻ പോയത് മുഴുവൻ ആക്കട്ടെ. മാറി വേഗം മാറി. ഉണ്ടോ ഞാൻ ഷാരൂഖ് ഖാൻ ലവ് ലെറ്റർ എന്നല്ലോ കുഴപ്പം. നിങ്ങളുടെ വയസ്സായ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കണ്ണ, മീനാക്ഷി, ഇങ്ങോട്ട് മാറി നിന്നേ. ഞങ്ങളവിടെ നിന്നോളാം. നിങ്ങൾക്ക് ചോക്ലേറ്റ് മേടിക്കാൻ എത്ര രൂപ വേണം? 200. അത് ഞാൻ അച്ഛമ്മയുടെ അരിക്കല്ലത്തിൽ നിന്ന് എടുത്തു തരാം. നിങ്ങൾ ചെയ്യേണ്ടത്, അച്ഛമ്മ ലവ് ലെറ്റർ അയക്കരുത്. അത് ഞങ്ങൾ ഏറ്റു. ഇത്രയും വിവരമുള്ള മക്കളെ എനിക്ക് തന്ന ദൈവമേ, നിനക്ക് നന്ദി. ഓവർ ആക്കല്ലേ മമ്മി, ഞങ്ങൾ ഏറ്റ്. എങ്ങോട്ടാ? ഞാനേ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോവുക. ഷാരൂഖ് ഖാൻ എഴുതിയ ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം. അച്ഛമ്മ അതിന് ഇത്ര പെട്ടെന്ന് കത്തെഴുതി കഴിഞ്ഞോ? പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്ന്. ഇരുന്ന് എഴുതി തിരുത്തി എഴുതുവല്ല. പാവം, നീ ഒന്നും എഴുതിയില്ലല്ലോ. എന്തോത്തിന്? എന്തായാലും സമ്മാനം എനിക്കാ, അതുറപ്പാ. അത് കണ്ടറിയാം. എന്തായാലും ഞങ്ങളിത് പോസ്റ്റ് ചെയ്യാൻ പോവാ. അച്ഛമ്മയുടെയും കൂടെ തന്നേക്ക്, ഞങ്ങൾ പോസ്റ്റ് ചെയ്തേക്കാം. വേണ്ട, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. എന്തിനാ അച്ഛമ്മ വയ്യാത്ത കാലം വെച്ച് ഞങ്ങളുടെ കൂടെ പോസ്റ്റ് ഓഫീസിൽ വരുന്നേ? എനിക്കിപ്പോ കാലിനസുഖമൊന്നും ഇല്ലല്ലോ. ആരെ പറഞ്ഞു എനിക്കിപ്പോ കാലിനസുഖമുണ്ട്? ഞാൻ തന്നേക്ക്, ഞങ്ങൾ പോസ്റ്റ് ചെയ്തോളാം. എനിക്ക് നിന്നെ അത്ര വിശ്വാസമല്ല. ഞങ്ങൾ പോസ്റ്റ് ചെയ്തോളാം, സത്യമായിട്ടും. സത്യമായിട്ടും പോസ്റ്റ് ചെയ്യല്ലാം. മാറ്റരുത്. ഇല്ല. എന്നാ കൊണ്ടുപോകും. പൊക്കോട്ടെ. എന്തായാലും ഞാൻ ഇറങ്ങിയതല്ലോ, അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുതിട്ട് വരാം. എടാ, നീ വരുന്ന എന്റെ കൂടെ അമ്പലത്തിൽ പോൻ? എന്താടാ വെടി കൊണ്ട പോലെ നിൽക്കുന്നേ? ഞാനും വരാമേ. നമുക്ക് സമ്മാനം കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അർജുനേട്ടാ, നീ ഇനി എന്നെ അർജുനായിട്ടാന്ന് വിളിക്കണ്ട, ഷാറൂഖ് ഖാനെ വിളിച്ചാ മതി. ശരി, നീ വാ. അവക്ക് എന്തായാലും സമ്മാനം ഒന്നും കിട്ടാൻ പോകുന്നില്ല. വാ, നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം. വാ, വാടാ. മമ്മി, ഇത് കണ്ടോ? അച്ഛമ്മയുടെ കഥ. നമുക്കിത് ഇപ്പൊ തന്നെ കീറിക്കളയാം. മമ്മി കൊണ്ട് കത്തിച്ചു. എന്റെ മോനെ, എന്റെ മുത്തേ, നീ ആരടാ? ഇനി ഞങ്ങൾ മമ്മിയുടെ കത്ത് കൊണ്ടേ പോസ്റ്റ് ചെയ്യാം. മിക്കവാറും സമ്മാനം മമ്മിക്ക് തന്നെ ആയിരിക്കും. പിന്നെ 200 രൂപയുടെ കാര്യം മറക്കല്ലേ കേട്ടോ. ഇല്ലടാ, അത് ഞാൻ മറക്കൂ. ശരി. രണ്ടാഴ്ചയായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട്. എന്നാലും ആ വാര്യക്കാർ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതിന്റെ അമ്മ ഉറക്കളൊക്കെയൊന്നും വേണ്ട.
അമ്മയ്ക്ക് സമ്മാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് നമുക്ക് കാണാം. ഓ കാണാം. ആർക്കാ കിട്ടുന്നതെന്ന്. ഓ രണ്ടും കൂടെ തുടങ്ങി. എന്റെ ഭഗവാനെ. അച്ഛമ്മേ, അച്ഛമ്മയ്ക്കൊരു പാസലുണ്ട്. ആ വല്ല ചക്കക്കുരു ആയിരിക്കും. കോകുല പാട്ട് ഇതുകൊണ്ടോ മോനെ നോക്കട്ടെ. ഞാൻ നേടാ, ഞാൻ തുറന്നു നോക്കാം. വേഗം പൊളിക്കടാ. ഹായ്, ദാ പട്ടുസാരി. ദാ മാരികയുണ്ട്. ഈശ്വരാ, സമ്മാനം എനിക്ക്. അയ്യോ സാരി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അയ്യോ അതെ, എന്റെ പേരിൽ വരേണ്ടതാ. പേര് മാറിപ്പോയതായിരിക്കും. അയ്യോ, അച്ഛമ്മയ്ക്ക് തന്നെയാ സമ്മാനം. ആണോ? അതേ ലവ് ലെറ്ററിനകത്ത് വന്നിട്ടുണ്ട്. ആണോ? അയ്യോ ആണ്. എനിക്കാ സമ്മാനം. വായിക്ക് വായിക്ക്. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? കത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യത്തില്ലെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് വേറെ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു. അത് എന്റെ കയ്യിൽ തന്ന് ഞാൻ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. എടി നിന്നെ എനിക്ക് അറിയാവല്ലോടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. വയസ്സുകാലത്ത് ഇവരുടെ പ്രേമലേഖന ഈ ലോകര് മൊത്തം വായിക്കും. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും. നീ പുറത്തിറങ്ങി നടക്കണ്ട, ഞാൻ ഇറങ്ങി നടന്നോളാം ഈ സാരി കൊടുത്ത്. എടി ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രേമലേഖനം എഴുതാൻ അറിയാവോ? അതൊക്കെ ഞങ്ങളുടെ കാലം. പുസ്തകത്താളിൽ ഒളിപ്പിച്ച് വെച്ചും ഇടവഴി കാത്തു നിന്നും പേപ്പർ കൊണ്ട് വിമാനം ഉണ്ടാക്കി പുറത്തു വിട്ടുമൊക്കെ ആയിരുന്നു പ്രേമലേഖനം കൈമാറിയിരുന്നത്. ഓ അതൊക്കെ ഒരു കാലം. എന്തൊരു നിഷ്കളങ്കതയായിരുന്നു, എന്തൊരു ആത്മാർത്ഥതയായിരുന്നു. എടാ നമ്മോട് വായിച്ചു കൊടുക്കടാ, കേട്ടെങ്കിലും പഠിക്കട്ടെ. പ്രിയപ്പെട്ട ഷാരൂഖ് ജി, ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് എനിക്ക് ഒരു വരി പോലും എഴുതാനാവില്ല. അപ്പോൾ എൻ്റെ കൃഷ്ണൻ വക്കീലേട്ടൻ മനസ്സിൽ വന്നു. എൻ്റെ കൃഷ്ണൻ വക്കീലേട്ടനെ മനസ്സിൽ വെച്ച് ഞാനിത് എഴുതുകയാണ്. ഷാരൂഖ് ജി, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ കൃഷ്ണേട്ട എന്ന് വിളിച്ചോട്ടെ. എൻ്റെ കൃഷ്ണേട്ട, നിങ്ങളുടെ സുന്ദരമായ മുഖമാണ് എന്നെ ആകർഷിച്ചത്. നിങ്ങളുടെ നിഷ്കളങ്കമായ ആ ചിരി കാണുമ്പോൾ ആകാശത്തെ നിലാവിനെ ഞാൻ ഓർക്കും. ഒരു മീശ കൂടി ആകാമായിരുന്നു. എൻ്റെ ആഗ്രഹമാണ് ഇനി കാണുമ്പോൾ കൃഷ്ണേട്ടൻ മീശ വെക്കണം. നോക്കൂ കൃഷ്ണേട്ട. മതി 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 മതി. അയ്യേ, ഇതിനാണോ സമ്മാനം കൊടുത്തേ? ആർക്കാടി പ്രേമലേഖനം എഴുതേണ്ടത്? ആ ആത്മാർത്ഥത കണ്ടിട്ടായിരിക്കും സമ്മാനം കൊടുത്തത്. അതെ. കണ്ടു പടിയടി. ആ എനിക്ക് എന്തിനാടി ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് പട്ടുസാരി? ഞാൻ ഇനിയിപ്പോൾ ഇതൊന്നും ഉടുക്കാൻ പോകുന്നില്ല. നീ തന്നെ ഉടുത്തു. താങ്ക്സ് അമ്മേ. താങ്ക്സ് ഒന്നും വേണ്ട, പട്ടുസാരി അങ്ങ് ഉടുത്തോ. ഞാനും ഷാരൂഖ് ഏട്ട എന്ന സംബോധനയ്ക്ക് പകരം അർജുനേട്ട എന്ന സംബോധന ചെയ്ത് പ്രേമലേഖനം എഴുതിയിരുന്ന എനിക്ക് സാരി കിട്ടിയനല്ലേ? കിട്ടിയേനെ. പഠിച്ചോ. അതിന് ഇനിയും അവസരങ്ങളുണ്ടല്ലോ. ഏതായാലും പ്രായച്ചിത്തമായിട്ട് നീ എനിക്ക് പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാവരും കാണെ ഒരു പ്രേമലേഖനം എഴുതി തരണം. കൊച്ചു പിള്ളേരുടെ മുമ്പ് വെച്ചാ അതിനിപ്പോ പ്രേമലേഖനം എഴുതി കൊടുക്കണം. അല്ലേ പരിസരമൊക്കെ അങ്ങ് മറന്നില്ലയോ?